വെൽക്കം ടു കെം സ്ക്വയർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നാട്സ് പോർട്ടൽ രജിസ്ട്രേഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ സാധാരണ ജോബ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ജോബ് നോട്ടിഫിക്കേഷൻസ്, അതായത് വേക്കൻസീസ് ഒക്കെ നോട്ടിഫൈ ചെയ്യുന്നത് രണ്ട് കാറ്റഗറികളിലായിട്ടാണ്. ഫോർ ഫ്രഷേഴ്സ്, അതുപോലെ തന്നെ ഫോർ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ്. ഫ്രഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാൻഡിഡേറ്റ് ഏത് ഇയറിലാണോ പാസ് ഔട്ട് ആവുന്നത് ആ ഇയറിൽ ആ കാൻഡിഡേറ്റിനെ ഫ്രഷറായിട്ടാണ് കണക്കാക്കുന്നത്. അതേസമയം എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ കാൻഡിഡേറ്റിന് പ്രീവിയസ് ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് ലഭിക്കണമെങ്കിൽ കാൻഡിഡേറ്റ് അപ്രൻറ്റീസ് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യണം. അപ്രൻറ്റീസ് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടേക്കാണ് അപ്രൻറ്റീസ്ഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു പോർട്ടലാണ് നാട്സ്. നാട്സ് പോർട്ടൽ രജിസ്ട്രേഷൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. നാട്സ് പോർട്ടൽ രജിസ്ട്രേഷൻ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് വേസ് ഫോർ ഫ്രഷേഴ്സ് ടു ഗെയിൻ പ്രാക്ടിക്കൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ബിഫോർ അപ്ലൈയിങ് ഫോർ എക്സ്പീരിയൻസ്ഡ് കാറ്റഗറി ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ ജോബ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനി അല്ലെങ്കിൽ അപ്രൻറ്റീസ് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്യാൻ അപ്രൻറ്റീസ്ഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. അതിനുള്ളൊരു സംവിധാനമാണ് നാട്സ് പോർട്ടൽ. വാട്ട് ഈസ് നാട്സ്? നാട്സിൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം. അതാണ് നാട്സ്. നാട്സിനെ മാനേജ് ചെയ്യുന്നത് ബോർഡ് ഓഫ് അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് BOAT അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതായത് ഇതൊരു ഗവൺമെൻറ് അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് പോർട്ടലാണ്. It helps students to get apprenticeship opportunities. Who can register on NATS? ആർക്കൊക്കെയാണ് നാട്സിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നത്? ഡിപ്ലോമ, ഡിഗ്രി, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്. അവർ പാസ്ഡ് ഔട്ട് ആയിരിക്കണം, അവർക്ക് വാലിഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ബെനിഫിറ്റ് ഓഫ് നാട്സ്. എന്തൊക്കെയാണ് നാട്സിൻ്റെ ബെനിഫിറ്റ്? അപ്രൻറ്റീസ് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മന്ത്ലി സ്റ്റൈപ്പൻഡ് ലഭിക്കും. അതുപോലെ തന്നെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ലഭിക്കും. സ്കിൽഡ് വർക്കറായിട്ട് കണക്കാക്കാം. ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ജോബിന് അപ്ലൈ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി നാട്സ് പോർട്ടൽ രജിസ്ട്രേഷൻ 2026 അതിൽ ചില ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ആ ചേഞ്ചസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. 2024-25 പോലുള്ള പ്രൊസീജിയേഴ്സ് അല്ല ഇതിനകത്തുള്ളത്. അതായത് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് പറയാൻ പോകുന്നത്. രജിസ്ട്രേഷന് മുമ്പായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് ആധാർ ലിങ്ക്ഡ് വിത്ത് മൊബൈൽ നമ്പർ. അതായത് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. അതേ മൊബൈൽ നമ്പർ തന്നെയായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ആക്റ്റീവ് മൊബൈൽ നമ്പർ. അതുപോലെ തന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID ഉണ്ടായിരിക്കണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അപ്പാർ ID എന്നാൽ എന്താണെന്നുള്ളത് നമുക്കൊന്ന് വിശദമായിട്ട് പറയാം. അതായത് നമ്മൾ ആധാർ ID എന്താണെന്നറിയാം. ആധാർ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പാർ ID എന്ന് പറയുന്നത് നമ്മുടെ അക്കാഡമിക് ഐഡൻറ്റിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പാറിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓട്ടോമാറ്റഡ് പെർമനൻറ്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി. അതാണ് അപ്പാർ ID എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പാർ ID നമുക്ക് രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് നാട്സ് പോർട്ടലിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട്. അതല്ലാതെ മറ്റൊരു സംവിധാനം എന്ന് പറയുന്നത് നമ്മൾ ഡിജി ലോക്കറിലേക്ക് പോവുക. അവിടെ ഒരു ABC പോർട്ടലുണ്ട്, അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ABC പോർട്ടൽ. ആ ABC പോർട്ടലിലൂടെയും നമുക്ക് അപ്പാർ ID ക്രിയേറ്റ് ചെയ്യാം. ഇനി സ്റ്റെപ്പ് 1, വിസിറ്റ് നാട്സ് പോർട്ടൽ. നാട്സ് എന്ന് ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി. രജിസ്റ്റർ ഓൺ സ്റ്റുഡൻറ്റ്, അത് രജിസ്റ്റർ സ്റ്റുഡൻ്റായിട്ട് രജിസ്റ്റർ ചെയ്യാം. സ്റ്റെപ്പ് 2, വെരിഫൈ മൊബൈൽ ആൻഡ് ഇമെയിൽ. ഇത് OTP വെരിഫിക്കേഷൻ വഴിയുള്ള ഒന്നാണ്. ഇപ്പോൾ OTP വഴി മൊബൈൽ നമ്പറും ഇമെയിലും വെരിഫൈ ചെയ്യും. ക്രിയേറ്റ് ഓർ ലിങ്ക് അപ്പാർ ID. അപ്പാർ ID ഉള്ളവർ അപ്പാർ ID എന്താണെന്നുള്ളത് അവിടെ കൊടുക്കുക. ഇനി ഇല്ലാത്തവർക്ക് അത് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം അവിടെയുണ്ട്. ഫിൽ പേഴ്സണൽ ഡീറ്റെയിൽസ്, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ആധാർ ഡീറ്റെയിൽസ്, അഡ്രസ്സ്. സ്റ്റെപ്പ് 5 ഫിൽ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ, ബ്രാഞ്ച്, കോളേജ് നെയിം, പാസിംഗ് ഇയർ, അതുപോലെ തന്നെ പെർസെൻറ്റേജ്, CGPA ഒക്കെ അതിനകത്ത് ഫില്ല് ചെയ്യാം. സ്റ്റെപ്പ് 5 എൻറ്റർ ബാങ്ക് ഡീറ്റെയിൽസ്, ബാങ്ക് നെയിം, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്.
Upload documents, passport size photo, educational call certificate and other required documents you can upload. ക്രിയേറ്റ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റിവ്യൂ ആൻഡ് സബ്മിറ്റ്, ഡീറ്റെയിൽസൊക്കെ ഒന്നുകൂടി പരിശോധിച്ച് നോക്കുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. ആക്ടിവേറ്റ് അക്കൗണ്ട് ആക്റ്റീവ് ആയിട്ടുണ്ടാവും. ദെൻ അപ്ലൈ ഫോർ അപ്രന്റീസ്ഷിപ്പ്. ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്രന്റീസ്ഷിപ്പ് ഓപ്പർച്യൂണിറ്റി എവിടെയാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അപ്ലൈ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒന്ന് ട്രാക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക്